എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ കറക്കത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ബാംഗ്ലൂർ കൂടെ. നമ്മൾ സാധാരണ ബാംഗ്ലൂർ സിറ്റിയാണ് കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇത് ബാംഗ്ലൂരിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു മുഖമാണ് ബാംഗ്ലൂരിൻ്റെ. ഇവിടെ നിറച്ചും കുതിരകളുണ്ട്. പക്ഷേ ലൈറ്റ് കുറവായതുകൊണ്ടാണ് നമുക്ക് കുതിര അധികം കിട്ടാത്തത്. റോഡ് സൈഡിലെല്ലാം കെട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മാർക്കറ്റാണ്. അതാണ് ഇവിടെ ആടുകളും ഉള്ളത്. ഇതേപോലെ റോഡ് സൈഡിൽ കൂടെ നടന്നു വന്നേരം അടി ഉണ്ടാക്കുന്നുണ്ട് ഇവർ രണ്ടാളും. അനുവിനും ശരീരം പോലെ ഇവര് മക്കളെ ഒന്നും അപ്പോൾ അത് കഴിച്ചിട്ട് അങ്ങനെ നമ്മളൊരു കരിമ്പ് ജ്യൂസെല്ലാം കുടിച്ച് നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. ബസ്സിൽ നിന്നെല്ലാം ഇറങ്ങി ഉച്ച നേരം ആയതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. ഇത് നോർത്ത് ഇന്ത്യൻ മീൽസും സൗത്ത് ഇന്ത്യൻ മീൽസാണ്. അതെല്ലാം നമ്മൾ വാങ്ങിയത്. അനു എന്തെല്ലോ പൂരിയെല്ലാം കണ്ടിട്ട് പറയുന്നുണ്ട്. സാധാരണ നമുക്ക് പപ്പടം ഉണ്ടാവും, ഇതിൽ പൂരിയാണ്. ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോൾ കണ്ടതാണ് ഫ്ലവറുകൾ. ഇതിങ്ങനെ ഇവർ കൃഷി ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലെല്ലാം പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടായിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. ഈ ഒരു ഫ്ലവർ നിറച്ചുണ്ട്. ഇത് വിളവെടുപ്പിനായിട്ടില്ല തോന്നുന്നു. അതെല്ലാം കണ്ടിതാ നമ്മളൊരു ചെക്ക് ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ട് നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. നിറച്ച് മീനുണ്ട്, മീൻ പിടിക്കാൻ നിറച്ച ആൾക്കാരും ഉണ്ട്. മീൻ വന്നവർ വെറുതെ ആവില്ല, വന്നവർക്കൊന്നും നിറച്ച് മീൻ കിട്ടുന്നുണ്ട്. കാണാൻ ഞാട് മാത്രമേ ഉള്ളൂ, പിടിക്കാനാണ് കൂടുതലാണ്. അങ്ങനെ ഇതാ ഇവിടെ നോക്കുക, നിറച്ചും മീൻ പിടിക്കുന്നവർ. ഈ കാണുന്നത് ഏകദേശം മീൻ പിടിക്കുന്നുണ്ട്. കാഴ്ച കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളൊരു മീൻ പിടിക്കുന്നവർക്കില്ല. ഈ മീനെല്ലാം പിടിച്ചിട്ട് ഇവർ റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക. അതിനാണ് ഇവർ മീൻ പിടിക്കുന്നത് തന്നെ. കുറേ പേർക്ക് കുറേയെല്ലാം കിട്ടിയിട്ടുണ്ട്. കുറേ കിട്ടിയവരെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഒരാൾ മീൻ പിടിക്കുമ്പോൾ ചൂണ്ടൽ പൊട്ടിയിട്ടുണ്ട്. അടുത്ത ആൾ ചൂണ്ടൽ പെട്ടെന്ന് തന്നെ പുറത്ത് അടുത്ത ആളെ ചൂണ്ടലിട്ട് പിടിക്കാനാണ് അവിടെ ഇരുന്നിട്ട് പുറത്ത്. ഇവർ മൈദ കുഴച്ചിട്ടാണ് ഈ ചൂണ്ടലിന് ഇട്ട് കൊടുക്കുന്നത്. ആ പെട്ടെന്ന് മീൻ വന്നിട്ട് തിന്നും. ഒരു വലിക്ക് തന്നെ 2-3 കിട്ടുന്നുണ്ട്. ഇവിടെ വന്നാൽ വെറുതെ ആവില്ല കേട്ടോ. വന്നവർക്കെല്ലാം കിട്ടുന്നുണ്ട് നിറച്ചു, വെറുതെ ആവുന്നില്ല. ഇയാൾ മീൻ കൊണ്ട് വരുന്നുണ്ട്. അയാൾക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അയാൾ കിട്ടിയത് എടുത്തിട്ട് എന്നെ പോവുകയാണ്. അയാൾക്ക് ഇന്നത്തേക്കുള്ള മതിയായി കൊണ്ട് അയാൾ പോവാണ്. കിട്ടിയതെടുത്ത് ഇനി ഇവരിന്ന് എന്താക്കും, റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഡബിൾ വിലക്ക് വിൽക്കും. അതിലുള്ള ചളിയെല്ലാം പോക്കി അയാൾ അതിലിട്ട് ബക്കറ്റ് ഇതെല്ലാം എടുത്തിട്ട് അയാൾ പോവാണ്. അയാൾക്കുള്ളത് കിട്ടി. ഈ ചെറിയൊരു ലേക്ക് നിന്നാണ് മീൻ പിടിച്ചത്. നമ്മളവിടെ നിൽക്കുമ്പം കണ്ടതാണ്. എന്താണെന്നറിയാതെ നമ്മളതിൻ്റെ അടുത്ത് പോയപ്പം ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കൃഷി ചെയ്യുന്നതാണ് ഇവിടുത്തെ. നമ്മൾ റോഡ് സൈഡിൽ കർണാടകത്തിലെല്ലാം പോകുമ്പോൾ ഈത്തപ്പഴം നമുക്ക് കാണാം, വണ്ടിയിലും കാറിലെല്ലാം പോകുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൃഷി ചെയ്തിട്ട് എന്താക്കും ഇവർ ഇത് പഴുക്കുമ്പോൾ റോഡ് സൈഡിൽ കൊണ്ടിട്ട് വെക്കും. നമ്മൾ സാധാ ഈത്തപ്പഴത്തിൻ്റെ അത്ര വണ്ണവും ഇത്ര മധുരവും ഇല്ല. അതിൻ്റെ ഒരു മിനിയേച്ചറും എന്ന് പറയാം. എന്താ നമുക്ക് കുറച്ച് കിട്ടിയിട്ട് നമ്മൾ തിന്നിട്ട് ചെറിയൊരു മധുരമേ ഉള്ളൂ. പഴുത്താൽ ചിലപ്പോൾ നല്ല മധുരം ഉണ്ടാകുമായിരിക്കും. അങ്ങനെ എന്തായാലും നമ്മളിതാ ചെറിയൊരു ദർഗയിലെത്തിക്ക്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. ഇവിടെ ഇങ്ങനെ ദർഗയിൽ ഇങ്ങനെ കൊടിയും ഫ്ലവറും അങ്ങനെ പൂക്കളെല്ലാം ഇറങ്ങിയിട്ട് അധികം ഉണ്ടാവുക. നമ്മളതെല്ലാം കണ്ട് നമുക്ക് ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ കയറി നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. നമ്മളിതാ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ബസ് കിട്ടി. അപ്പോൾ നമുക്ക് ബസ്സും കിട്ടി. നമ്മൾ ബസ് കയറിയിട്ട് നമ്മളെ റൂമിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അനു ആദ്യം കയറി ഇരിക്കുന്നുണ്ട്. അനു അവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഞാനങ്ങ് പുറകിലും പോയിരുന്നത്. നമ്മളവിടെ പോയിരുന്നേരം അനു ഉണ്ട് നമ്മുടെ അടുത്തെല്ലാം വന്ന്. അങ്ങനെ അതാ ബസ് പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മളെ